അപ്പോൾ അടുത്ത നമ്മൾ നെക്സ്റ്റ് അടുത്ത മഞ്ചൂരിയൻ റോൾ. റോൾ നല്ല രസമല്ലേ ഇങ്ങനെ ആദ്യമൊക്കെ പറന്നുകൊണ്ടിരിക്കണ കാണാൻ മാത്രമേ രസമുള്ളൂ. കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടാവും. ഞാൻ നമ്മൾ അരി ഉഴുന്നും കൂടി അരച്ച മാവ് ഉപയോഗിക്കണേ. നന്നായിട്ട് അങ്ങ് പരത്തിയെടുക്കും. റോസ്റ്റ് ആണ്, റോളല്ലേ? ശരി, റോളാണ്. യഥാർത്ഥ സ്പ്രിംഗ് റോൾ ടൈപ്പാണ് ഇത് വരുന്നത്. സ്പ്രിംഗ് റോളിൽ അവർ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. ഇത് നമ്മൾ നോർമൽ ദോശമാവാണ്. അത്ര വ്യത്യാസം? അത്രേ ഉള്ളൂ വ്യത്യാസം. അത് നമ്മൾ ഇത്തിരി ഓയിൽ ഒഴിക്കുന്നത്. ഇത് നമ്മുടെ ചൈനീസ് വെജിറ്റബിൾസ് ആണ്. ചൈനീസ് വെജിറ്റബിൾസ്. ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ബൊറോസില്ലി ആസ് പിന്നെ സോയ സോസ് എല്ലാം ആ ഒരു എന്താ പറയാ ടേസ്റ്റിന് വേണ്ടിയുള്ള സോസും ബാക്കി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്ത ആ ഒരു മസാല. നമ്മളെ മഞ്ചൂരിയൻ മസാല തന്നെ ശരിക്കും അല്ലേ? നോർമൽ നമ്മുടെ മഞ്ചൂരിയൻ മസാല കറക്റ്റ് സെയിം ആ മഞ്ചൂരിയൻ മസാലയാണ്. അത് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്ത് എന്താ പറയുക ശരിക്കും ഒരു കുഴഞ്ഞ പരുവത്തിലാണ്. ദോശയുടെ ഉള്ളിൽ കിട്ടുമ്പോൾ നല്ല സുഖമായിരിക്കും അത് കഴിക്കുമ്പോൾ. ഇത് സ്പ്രിംഗ് ഓണിയൻ ഗാർണിഷ് വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി അത് നമ്മൾ ലിറ്റിൽ ബിറ്റ് സ്വീറ്റ്നെസ് കിട്ടുന്നത്. ഇത് സ്പ്രിംഗ് ഓണിയൻ അല്ലേ? ഇത് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞിരിക്കുന്ന റോളാണല്ലോ, അങ്ങനെ ഒന്ന് കടിച്ചിട്ടുള്ളത് അല്ലേ? അതെ, കറക്റ്റ് അതാണ് സംഭവം. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കഴിക്കുള്ളൂ. അപ്പോൾ റോള് ശരിക്കും ഇങ്ങനെ തളർന്നിരിക്കും. കട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴേ കട്ട്. അപ്പോൾ നമ്മുടെ ഇതിന്റെ പേരെന്തായിരുന്നു? മഞ്ചൂരിയൻ റോൾ. മഞ്ചൂരിയൻ ദോശയല്ല, മഞ്ചൂരിയൻ റോൾ. അപ്പോൾ മഞ്ചൂരിയൻ റോളും ആയിട്ടുണ്ട്. രണ്ടാമത്തെ ദോശ. അപ്പോൾ നമ്മൾ അടുത്ത എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഫ്രഷ് ഗാർഡൻ പിസ്സ എന്ന് പറഞ്ഞത് നമ്മുടെ ഫ്രഷ് ഗാർഡൻ പിസ്സ ദോശ. ഇത് ശരിക്കും കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു പുതുമ ശരിക്കും നമുക്ക് ഫീലും ചെയ്യണ്ട. ആ പേരിലും അപ്പോൾ കഴിക്കാനും ആ പുതുമ ഉണ്ടാവും. ഫ്രഷ് ഗാർഡൻ പിസ്സ, എല്ലാം ഗ്രീൻ വെജിറ്റബിൾസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അതിനിപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവിടാണ് ഇൻഗ്രീഡിയൻസ്. ഞാനിത് മാറ്റി വെച്ചുമായിരുന്നു. ഇതാണ് മഷ്റൂം, ഒലീവ്സ്, ഇത് ബേസിൽ ലീവ്സും തൈം ലീവ്സും ഓറിഗാനോ മിക്സ്, ലീവ്സ് എല്ലാം കൂടി പൊടിച്ച് ഡ്രൈ ചെയ്ത്. ഉപ്പിലിട്ട ഒലിവ് അല്ലേ? ഉപ്പിലിട്ട. ഇത് ഊത്തപ്പം മോഡലാണ്. ഊത്തപ്പം മോഡൽ. ബേസ്മെന്റ് നമ്മുടെ പിസ്സാന്റെ ബേസ് പോലെ കട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. ആദ്യം തന്നെ നമ്മൾ അതിനകത്ത് ചോപ്ഡ് ഓണിയൻ ഇട്ടു, ചോപ്ഡ് ഗ്രീൻ ക്യാപ്സിക്കം ഇട്ടു, ചോപ്ഡ് ടൊമാറ്റോ ലെയർ വരും. അപ്പോൾ കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു നല്ലൊരു കളർഫുള്ളാണ്. ഗാർഡൻ ശരിയാണ്, ഗാർഡൻ നമുക്കറിയാമല്ലോ. ഗാർഡനിൽ പോയി നോക്കി തന്നെ എപ്പോഴും നല്ല കളർഫുൾ ആയിരിക്കും. പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, മജന്ത, ഇങ്ങനെ കുറേ കളർ ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ ഒലീവ്സ് സ്റ്റഫ് ചെയ്യുന്നുണ്ട്. ഒലീവ്സ് സ്റ്റഫ് ചെയ്തു. അതുപോലെ നമ്മുടെ മഷ്റൂം അല്ലേ, മഷ്റൂം ഇടുന്നുണ്ട്. ദോശയാണ് ഇത്. മിക്സഡ് ഹെർബ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെർബ്സ് പൊടിച്ചത്, ഉണക്കി പൊടിച്ചതാണ്. അതെല്ലാം കൂടി അതിൻ്റെ പൊക്കത്തിട്ടുണ്ട്. ഇനി ചീസ് ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പം അതിൻ്റെ പൊക്കത്തോട്ട് ചീസ് ഗ്രേറ്റ് ചെയ്തതാണ്. അടപ്പ് അത് ബേക്ക് ചെയ്യാനായിട്ട് മുകളിൽ നമ്മൾ ഇട്ടേക്കുന്ന വെജിറ്റബിൾ ഒന്ന് ബോയിലായി വരാം. സ്റ്റീമാണ്. അപ്പോൾ അത് 1-2 മിനിറ്റ് അത്ര 1-2 മിനിറ്റുള്ളിൽ നമ്മുടെ മറ്റു സംഭവം പിസ്സ, ഫ്രഷ് ഗാർഡൻ പിസ്സ ദോശ അത് റെഡിയാണ്. ഓവൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഈ സ്റ്റേജിൽ എടുത്തിട്ട് ഓവൻ വെച്ചാൽ മതി. അങ്ങനെ വെച്ചാൽ മതി അല്ലേ? ഓക്കെ. വീട്ടിൽ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഇത്രയും ഈ ഒരു ബേക്കിൽ എടുത്ത് നേരെ ഓവനിലോട്ട് വെച്ച് ബാക്കി കുക്ക്ഡ് ആകണതാണ് ഇത്രകൂടി നല്ലത്. കുറച്ചുകൂടി അപ്പിയറൻസ് കിട്ടുമല്ലേ? അതുപോലെ പൊക്കത്തൊക്കെ ശരിക്കും ഒന്ന് നന്നായിട്ട് ബേക്കായി കിട്ടും. പിസ്സ ശരിക്കും നല്ല ചൂട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പൊക്കത്തൊക്കെ ശരിക്കും ബേക്ക്ഡ് ആയിട്ടുണ്ട്. കാരണം ഗ്രേറ്റഡ് ചീസ് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങളുടെ പിസ്സ സോസാണ്. പിസ്സ നമ്മൾ ഉണ്ടാക്കുന്നത് അതെന്താന്ന് പറയില്ല. അത് കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞ് റെഡിയാൻ പറ്റില്ല. റെഡിമെയ്ഡ് കിട്ടും, മാർക്കറ്റിൽ കിട്ടും. അത് വേറെ, പക്ഷെ ഇത് വേറെ. രണ്ടിനും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. വീണ്ടും ഇത് ഗാർണിഷായിട്ട് പനീർ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് പൊക്കത്തിടുന്നുണ്ട്. നമുക്ക് റെഡിയായി കഴിഞ്ഞാൽ പ്ലേറ്റിലോട്ട് മാറ്റാം അല്ലേ? അപ്പോൾ നമ്മുടെ ദോശ ഫ്രഷ് ഗാർഡൻ പിസ്സ ദോശ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിസ്സ പോലെ തന്നെ കട്ട് ചെയ്ത് അങ്ങ് എടുക്കുകയാണ്. ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിസ്സ പോലെ തന്നെ കണ്ടോ, ആ ഒരു ലെയറും അതിൻ്റെ ഒപ്പം ചീസ്, വെജീസ്, നമ്മുടെ സോസ് എല്ലാം നമുക്ക് ഇങ്ങനെ കാണാം. മഷ്റൂംസും ഒലീവ്സും ശരിക്കും പിസ്സ തന്നെ അല്ലേ? കറക്റ്റ് പിസ്സ തന്നെ. ഇതുകൂടി മോർ ഹെൽത്തിയാണ്.
അപ്പോൾ നമ്മുടെ ഫ്ലോറിലാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ഒരു ദാലും റൈസ് ഫ്ലോറുമാണ്. കുറച്ചുകൂടി നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. മോർ ഡൈജസ്റ്റീവ് ആണ് ഈ ഫുഡ്. അപ്പോൾ നമ്മൾ അടുത്തുണ്ടാക്കാൻ പോകുന്ന വെജിറ്റബിൾ സാൻഡ്വിച്ച് ദോശ അല്ലേ? വെജിറ്റബിൾ സാൻഡ്വിച്ച് ദോശയാണ്. ഇതും ഒരു ഊത്തപ്പം മോഡലേ വരുള്ളൂ. നമ്മുടെ ബ്രെഡ് ടൈപ്പ് നമ്മളെ നോർമൽ സ്റ്റാൻഡേർഡിന്റെ സ്റ്റഫിംഗ് ആയിരിക്കും എല്ലാം. ഓ 2 ദോശ വെച്ചിട്ട് ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട്. ഓക്കെ, കറക്റ്റ് സാൻഡ്വിച്ച്. ബ്രെഡ് വെച്ച് കഴിക്കുന്നതാണ്. അതിന് തന്നെ നമ്മൾ ക്യാരറ്റ് നല്ല വട്ടത്തിലരിഞ്ഞ, അതും നല്ല വലിയ ക്യാരറ്റ് ആട്ടോ. വലിയ ക്യാരറ്റൊക്കെ അരിഞ്ഞ്, പിന്നെ കുക്കുമ്പർ, നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ സ്റ്റഫ് ചെയ്യാം. നമ്മുടെ ഇഷ്ടമാണ്. എന്തൊക്കെ വെജിറ്റബിൾസ് വേണോ അതെല്ലാം നമുക്ക് സ്റ്റഫ് ചെയ്യാം. പിന്നെ ടൊമാറ്റോ, ഓണിയൻസ്, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ കഴിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ ഷുഗറുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക, അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് മാത്രം ആഡ് ചെയ്യുക. അത്രയാണ് ചെയ്യുക. പിന്നെ നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ട്, ചോപ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ധൈര്യമായിട്ട് കഴിക്കാം. നമ്മളെങ്ങനെ ഉണ്ടാക്കുന്ന സംഭവം. ഇത് എന്ത് ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ. സോൾട്ടും പെപ്പറും കൂടി മിക്സ് ചെയ്ത് അത് ജസ്റ്റ് ഇട്ടിട്ടുണ്ട്, പോർ ചെയ്തിട്ടുണ്ട്. മലക്കറിയിൽ ഇല്ലല്ലോ വെജിറ്റബിൾസിൽ സോൾട്ടും പെപ്പറും ഇല്ല. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി. ഇത് ചട്നി, സാൻഡ്വിച്ച് ചട്നി യൂസ് ടു പ്രിപ്പയർ സ്പെഷ്യലി ഫോർ ദിസ് ഐറ്റം ഓൺലി. സാൻഡ്വിച്ച് ഐറ്റം. അപ്പം അതും പറഞ്ഞു തരില്ല, ആ പ്രതീക്ഷയും വിട്ടു. ഇല്ലല്ലോ, നോ. ഇറ്റ്സ് എ നോർമൽ കൊറിയാണ്ടർ ചട്നി. ഓക്കെ. സാധാ കൊറിയാണ്ടർ ചട്നി നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അത് ഓരോ സ്ഥലത്തോട്ടും ഓരോ ടേസ്റ്റാണ്. നമ്മൾ ധാരാളം നാളികേരമൊക്കെ യൂസ് ചെയ്തിട്ടാണല്ലോ കഴിക്കുന്നത്. അതുകൊണ്ട് ഈ ചട്നിയിൽ കുറച്ച് നാളികേരത്തും ആഡ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ വ്യത്യാസം. 2 to 3 minutes ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ we should note that the flame should not be high when you are baking. ലോ ഫയറിൽ കുക്കാവണം. എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫയറിൽ കുക്കാൻ നന്നായിട്ട് കുക്കായും കിട്ടും, ടേസ്റ്റി ആയിരിക്കും, കരിഞ്ഞു പോകത്തില്ല. ഇല്ലെങ്കിൽ ബേസ്മെന്റ് കംപ്ലീറ്റ് പോകും. എന്തായാലും വെയിറ്റ് ചെയ്യാം ഒരു 2 മിനിറ്റ്. അപ്പോൾ ഇത് മറിച്ചിടാണ്. അപ്പോൾ 1 സൈഡായി, ഇനി അപ്പുറം സൈഡാകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടേക്കാണ്. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. സാൻഡ്വിച്ച് ദോശ. അപ്പോൾ സാൻഡ്വിച്ച് ദോശ റെഡി ആയിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്കും നമ്മുടെ പ്ലേറ്റ് കട്ട് ചെയ്ത് മിക്കവാറും ഞാൻ ഇവിടുത്തെ മൊത്തം എല്ലാ ബണ്ടിൽ മൊത്തം പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ കൊടുക്കും. ബട്ടർ ഇട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യും ഫോർ എ ടേസ്റ്റ്. ഇത് ബട്ടറാണ്. കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് പൊക്കത്തൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഉരുകി പോണണ്ട, ശരിക്കും നന്നായിട്ട് അങ്ങ് ഉരുകി പോകുന്നുണ്ട്. ശരിക്കും നമ്മൾ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ദോശ വീണ്ടും 4ആയിട്ട് കട്ട് ചെയ്താണ്. അപ്പോൾ വീണ്ടും അതെടുത്ത് പ്ലേറ്റിലോട്ട് ഇടുക എന്നുള്ളത് ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. നമ്മുടെ സാൻഡ്വിച്ച് ദോശയും റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കട്ടിക്ക് ഇരിപ്പുണ്ട്. നമ്മുടെ നോർമൽ ബ്രെഡ് സാൻഡ്വിച്ച് പോലെ തന്നെ അതുണ്ട്. ശരിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ടുണ്ട്. ഇനി ഷിഫ്റ്റാണ്. വേറെ പുള്ളി കയറാൻ പോകണം. നമ്മുടെ ഇന്ത്യൻ ചൈനീസ് സ്പെഷ്യലിസ്റ്റ്. താങ്ക് യു.